വെൽക്കം വ്യൂവേഴ്സ്. അത് 2023 സെപ്റ്റംബർ 17 ചിറ്റൂർ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗ്രാമമാണ് വേണുഗോപാലപുരം. തൊട്ടടുത്ത ദിവസം വിനായക ചതുർത്ഥി ആയിരുന്നതിനാൽ ആ ഗ്രാമം മുഴുവൻ ആഘോഷത്തിലായിരുന്നു. ഇങ്ങനെ വളരെ സന്തോഷത്തിൽ നിന്ന വേണുഗോപാലപുരത്തിലെ ആളുകൾക്കിടയിലേക്ക് അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നു. ആ ഗ്രാമത്തിലെ ഭവ്യശ്രീ എന്ന 17 വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല. ഭവ്യശ്രീയുടെ പേരൻസ് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഫോണിൽ വിളിച്ച് മകൾ അവിടെ വന്നിരുന്നോ എന്ന് അന്വേഷിച്ചു. പക്ഷേ എല്ലാവരും ഇല്ല, ഭവ്യ ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഭവ്യ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലാം അന്വേഷിച്ചിട്ടും മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത ആ പേരൻസും ആ ഗ്രാമത്തിലുള്ള ആളുകളും ചേർന്ന് ഭവ്യയെ ആ ഗ്രാമം മുഴുവൻ അന്വേഷിച്ചു. അങ്ങനെ സമയം രാത്രിയാകുന്നു. എന്നിട്ടും ഭവ്യശ്രീയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഭവ്യ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്ന വിശ്വാസത്തോടെ ആ മാതാപിതാക്കൾ വീട്ടിൽ മകളെയും പ്രതീക്ഷിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞു. ആ ഗ്രാമവാസികൾ വേണുഗോപാലപുരത്തിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു കിണറിനരികിൽ തടിച്ചുകൂടി. ആ കിണറിനുള്ളിൽ അവർ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു. എത്ര മനക്കട്ടിയുള്ള ആളുകളാണെങ്കിലും ധൈര്യം സംഭരിച്ചു മാത്രമേ ആ കാഴ്ച കാണാൻ കഴിയുള്ളൂ. അങ്ങനെ അവർ ആ കിണറ്റിനുള്ളിൽ കണ്ടതെന്താണ്? കാണാതായ ഭവ്യശ്രീക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? 2023 വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, സ്റ്റിൽ ഈ കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തോ ഒന്ന് ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഈ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലുള്ള വേണുഗോപാലപുരം എന്ന ഗ്രാമത്തിലെ മുനികൃഷ്ണയ്യ, പത്മാവതി എന്നീ ദമ്പതിമാരുടെ മകളാണ് 17 വയസ്സുകാരിയായ ഭവ്യശ്രീ. ഭവ്യ ഒരു ഇന്റർമീഡിയറ്റ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അതായത് +1 +2 എന്നതിന് ആന്ധ്രയിൽ ഇന്റർമീഡിയറ്റ് എന്നാണ് പറയാറുള്ളത്. ഇങ്ങനെ സ്വന്തം മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു വന്ന ഭവ്യശ്രീ 2023 സെപ്റ്റംബർ 17 അന്ന് ഞായറാഴ്ച ആയതിനാൽ ഞാൻ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ഇങ്ങനെ പുറത്തേക്ക് പോയ ഭവ്യശ്രീ അന്ന് രാത്രിയായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഇങ്ങനെ സെപ്റ്റംബർ 18 ഭവ്യശ്രീയുടെ പേരൻസ് മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നു. കാണാതായ മകൾ തിരിച്ച് വീട്ടിലേക്ക് സേഫായി എത്തണം എന്ന മാതാപിതാക്കൾ പ്രാർത്ഥനയോടെയിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് വേണം പറയാൻ. ഭവ്യശ്രീയെ കാണാതായി 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 20 വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിലുണ്ടാക്കിയ ശില്പം വെള്ളത്തിൽ ഒഴുക്കാനായി ആ ഗ്രാമത്തിൽ നിന്ന് അല്പം മാറിയുള്ളൊരു സ്ഥലത്തേക്ക് ഗ്രാമവാസികൾ കൊണ്ടുപോയി. ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നപ്പോൾ അവർക്കെന്തോ ദുർഗന്ധം വരുന്നത് അനുഭവപ്പെടാനായി തുടങ്ങി. ആ ഏരിയയിൽ തന്നെയുള്ള ഒരു കിണറിൽ നിന്നുമാണ് ദുർഗന്ധം വരുന്നത് എന്ന് തോന്നിയവർ ആ കിണറിനടുത്തേക്ക് ചെന്നു നോക്കി. അവിടെ അവർ കണ്ട കാഴ്ച എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ആ കിണറ്റിനുള്ളിൽ അവർ കണ്ടത് ഒരു ടീനേജ് പെൺകുട്ടിയുടെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. ആ മൃതദേഹം ഒരുപാട് സമയം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ശരീരം മുഴുവൻ വീർത്തു പൊങ്ങി കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ കാര്യം പോലീസിൽ ഇൻഫോം ചെയ്യപ്പെട്ടു. പോലീസ് ഉടനെ തന്നെ ക്രൈം സ്പോട്ടിലേക്ക് വന്നു. ആ കിണറ്റിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം കരയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ മൃതദേഹത്തിൻ്റെ കൈ അറ്റുപോയി എന്നും അത്രയ്ക്ക് അഴുകിയ അവസ്ഥയിലായിരുന്നു ആ മൃതദേഹമെന്നും പറയപ്പെടുന്നു. ഈ മൃതദേഹം ഭവ്യശ്രീയുടേതാണോ എന്ന് കൺഫേം ചെയ്യുന്നതിനായി ഭവ്യശ്രീയുടെ പേരൻസിനെ ആ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട ഭവ്യശ്രീയുടെ പേരൻസ് ഇത് ഞങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞു. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭവ്യശ്രീയുടെ മൃതദേഹം മാറിയിരുന്നു. ഭവ്യശ്രീ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ് മൃതദേഹത്തിൽ കണ്ടതും ആ മാതാപിതാക്കൾ പൊട്ടിക്കരയാനായി തുടങ്ങി. കണ്ടെത്തിയ ശരീരം ഭവ്യശ്രീയുടേതാണ് എന്ന് കൺഫേം ആയതിനു ശേഷം പോലീസ് ആ മൃതദേഹം ഓട്ടോപ്സി ചെയ്യാനായി അയച്ചു.
ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഭവ്യശ്രീയുടെ ശരീരത്തിൽ മുറിവുകളോ റേപ്പ് ചെയ്യപ്പെട്ടതിനായുള്ള അടയാളങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭവ്യശ്രീയുടെ തലയിലെ മുൻഭാഗത്തെ മുടിയും പുരികങ്ങളുമെല്ലാം മുഴുവനായും ഷേവ് ചെയ്ത് എടുത്ത രീതിയിലായിരുന്നു. ആൾസോ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം കീറിയ അവസ്ഥയിലുമായിരുന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഒരു ഉത്തരങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യപ്പെട്ടാൽ അന്വേഷണം നടത്തുന്ന ഒരു ഗോൾഡൻ ടൈമുണ്ട്. ആ സമയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാൽ കാണാതായ വ്യക്തിയെ ജീവനോടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ കംപ്ലൈന്റ് ഫയൽ ചെയ്ത ശേഷം പോലീസ് വേണ്ടത്ര രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല എന്നും പോലീസ് അലക്ഷ്യമായാണ് ഈ കേസിനെ സമീപിച്ചതെന്നും ഭവ്യശ്രീയുടെ പേരൻസ് പറഞ്ഞു. ഓട്ടോപ്സി റിപ്പോർട്ടിലും ഭവ്യശ്രീയുടെ മുടിയെക്കുറിച്ചോ കീറിയ വസ്ത്രങ്ങളെക്കുറിച്ചോ യാതൊരു രീതിയിലുള്ള പരാമർശവും ഇല്ലാത്തതിനാൽ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ നോക്കുകയാണോ എന്ന് ഭവ്യശ്രീയുടെ പേരൻസ് പോലീസിനെ ചോദ്യം ചെയ്യാനായി തുടങ്ങി. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് പോലീസ് പറഞ്ഞത് ഭവ്യശ്രീയുടെ ശരീരം 3 ദിവസങ്ങളോളമായി വെള്ളത്തിൽ കിടന്നതിനാൽ ശരീരം നല്ല രീതിയിൽ അഴുകിയിട്ടുണ്ട്. ഈ കാരണത്താൽ ശരീരത്തിലെ സ്കിൻ മുഴുവനായും ഇളകി മാറിയിട്ടുമുണ്ട്. ഇതുകൊണ്ട് ഭവ്യശ്രീയുടെ തലമുടിയും പുരികങ്ങളുമെല്ലാം സ്കിന്നിനോടൊപ്പം പീൽ ഓഫായി വന്നതാകാം എന്നാണ് പറഞ്ഞത്. എന്നാൽ പോലീസ് പറഞ്ഞത് ഭവ്യശ്രീയുടെ പേരൻസ് വിശ്വസിച്ചില്ല. മകൾക്ക് തെറ്റായ രീതിയിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഭവ്യശ്രീയെ ആരോ റേപ്പ് ചെയ്ത ശേഷം കൊന്ന് കിണറ്റിലിട്ടതാണെന്ന് പല അലിഗേഷൻസും ആ ഗ്രാമവാസികൾ പറയാനായി തുടങ്ങി. ഇങ്ങനെ ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡാകാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭവ്യശ്രീയുടെ ഈ കേസ് ആന്ധ്ര മുഴുവൻ വൈറലായി മാറി. ഇങ്ങനെ ന്യൂസ് വൈറലായതോടെ പുറത്തേക്ക് വന്ന 2 മെയിൻ അലിഗേഷൻസിലൊന്ന്, ഭവ്യശ്രീ പഠിക്കാൻ പോകുന്ന സമയത്ത് സ്ഥിരമായി 4 പയ്യന്മാർ ഭവ്യശ്രീയുടെ പിന്നാലെ നടന്ന് അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. ഇങ്ങനെ കുറേ നാൾ ഇത് കണ്ടിന്യൂ ആയതിനാൽ അതിൽ ഒരു പയ്യന്റെ പ്രപ്പോസൽ മാത്രം ഭവ്യശ്രീ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം പലതവണ ഭവ്യശ്രീ ആ പയ്യന്റെ കൂടെ പുറത്തേക്ക് പോയിരുന്നതായി പറയപ്പെടുന്നു. അങ്ങനെ സെപ്റ്റംബർ 17-ാം തീയതി ഭവ്യശ്രീയുടെ ബോയ് ഫ്രണ്ട് ഇന്ന് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഭവ്യശ്രീയെ വിളിക്കുന്നു. അവളും ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പോയി. അങ്ങനെ ആ പയ്യൻ അവളെ അധികം ആളുകൾ ആരുമില്ലാത്ത ആ കിണറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മുൻപ് ഭവ്യശ്രീയെ പ്രപ്പോസ് ചെയ്തിരുന്ന ആ 3 പയ്യന്മാരും ഉണ്ടായിരുന്നു. ഇവരെ കണ്ട ഭവ്യശ്രീ ഭയപ്പെടാനായി തുടങ്ങി. ഭവ്യശ്രീ അവളുടെ ബോയ് ഫ്രണ്ടിനോട് ഈ 3 പേരും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിനവൻ ഇവർക്ക് നിന്നോടെന്തോ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് അവരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നു. ഇവിടെ നിന്നാൽ ഇനി ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഭവ്യശ്രീ അവിടെ നിന്നും രക്ഷപ്പെടാനായി തുടങ്ങി. എന്നാൽ ആ 4 പേരും ചേർന്ന് അവളെ അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഭവ്യശ്രീയുടെ മുടി, പുരികങ്ങൾ ഇവയെല്ലാം ഷേവ് ചെയ്ത് അവളെ കൊലപ്പെടുത്തി ആ കിണറ്റിനുള്ളിലേക്ക് തള്ളി എന്ന് ഗ്രാമവാസികൾ, ഭവ്യശ്രീയുടെ പേരൻസ് എന്നിവർ അവരുടെ വേർഷനായ അലിഗേഷൻസിൽ പറയുന്നു. ഈ കേസ് വളരെയധികം സെൻസേഷണലായി മാറിയതോടെ പോലീസ് കേസ് വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. സോ ആ കിണറ്റിൽ നിന്നും വേറെ എന്തെങ്കിലും എവിഡൻസ് കിട്ടും എന്ന് ചിന്തിച്ച പോലീസ് ആ കിണർ മുഴുവനായും വറ്റിച്ചു. പോലീസിന് ആ കിണറ്റിനുള്ളിൽ നിന്നും കിട്ടിയത് ഭവ്യശ്രീയുടെ തലമുടിയാണ്. അതായത് ഭവ്യശ്രീയുടെ തലയിൽ നിന്നും ഷേവ് ചെയ്തെടുക്കപ്പെട്ടതായി പറഞ്ഞ ആ മുടിയാണ് അവിടെ നിന്നും പോലീസിന് കിട്ടിയത്. വേറെ എവിഡൻസുകൾ ഒന്നും തന്നെ പോലീസിന് ആ കിണറ്റിൽ നിന്നോ അതിൻ്റെ പരിസരത്തു നിന്നോ കണ്ടെത്താനായില്ല. പോലീസ് ഇതൊരു സൂയിസൈഡ് ആണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. സ്കിൻ പീൽ ഓഫ് ആയതുകൊണ്ടാണ് മുടിയും പുരികവും ശരീരത്തിൽ നിന്നും ഇളകി മാറിയത് എന്നും 3 ദിവസത്തോളം ബോഡി വെള്ളത്തിൽ കിടന്നാൽ ഇതുപോലെ സംഭവിക്കാറുണ്ടെന്നും മുൻപും പല കേസുകളിലും ഇതേ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മിസ്സിംഗ് കേസ് കാര്യക്ഷമമായാണ് അന്വേഷിച്ചത്. ഭവ്യശ്രീയുടെ ഇന്നർ ഓർഗൻസ് എല്ലാം പ്രിസർവ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ പറയുന്നതെല്ലാം അലിഗേഷൻസ് മാത്രമാണ് എന്ന് പോലീസ് മീഡിയയോട് പറഞ്ഞു. ഭവ്യശ്രീയുടെ അമ്മയായ പത്മാവതി മീഡിയയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭവ്യ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചാൽ തൻ്റെ മകൾക്ക് എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പോലീസ് ഇത് ആത്മഹത്യയാണെന്നാണ് പറയുന്നത്. എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല. അവൾക്ക് നന്നായി നീന്താൻ അറിയാം. അങ്ങനെയുള്ള അവൾ എങ്ങനെയാണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്? ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഭവ്യശ്രീക്ക് നീന്താൻ അറിയാമെന്നുള്ളതാണ്.
നീന്തൽ അറിയാവുന്ന ഒരാൾ ഒരിക്കലും വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അവർ ശ്വാസം കിട്ടാതെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നീന്താനായി തുടങ്ങും. ഇത് നാച്ചുറലായി നടക്കുന്ന കാര്യമാണ്. അന്ന് പുറത്തേക്ക് പോയ ഭവ്യശ്രീക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇൻ കേസ് അതൊരു സൂയിസൈഡ് ആണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാൻ മാത്രം എന്താണ് ഭവ്യശ്രീക്ക് സംഭവിച്ചത്? സ്റ്റിൽ ഈ കേസും അന്ന് ഭവ്യശ്രീക്ക് സംഭവിച്ചതും ഒരു മിസ്റ്ററിയാണ്. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.